ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു പച്ചടിയുടെ റെസിപ്പിയാണ്. നമ്മൾ ഈ പച്ചടി ഉണ്ടാക്കുന്നത് വാഴപ്പിണ്ടി വെച്ചിട്ടാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഈ പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ സൈസിലുള്ള ഒരു കഷ്ണം പിണ്ടിയാണ്. പിണ്ടിയുടെ പുറത്തെ കട്ടിയുള്ള തൊലിയെല്ലാം കളഞ്ഞെടുത്തതാണിത്. ഇനി പിണ്ടി ഇതുപോലെ റൗണ്ട് പീസസ് ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. പിണ്ടി മുറിച്ചെടുക്കുന്ന സമയത്ത് തന്നെ പിണ്ടിയുടെ നാര് നമ്മൾ കൈവിരൽ വെച്ച് ഇതുപോലെ ചുറ്റിയെടുത്തിട്ട് കളയണം. ഇനി പിണ്ടി ഇതുപോലുള്ള ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ചോപ്പ് ചെയ്തെടുത്ത പിണ്ടി കഷ്ണങ്ങൾ നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം 2 കപ്പ് പിണ്ടി കാണും. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും 3 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പിണ്ടി ഒന്ന് സ്റ്റൗവിൽ വെച്ച് വേവിച്ചെടുക്കണം. പിണ്ടി സ്റ്റൗവിൽ വെച്ചിട്ട് ഇപ്പം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാൻ മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യണം. ഇടയ്ക്ക് പാനിൻ്റെ മൂടിയൊക്കെ മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കണം. പിണ്ടി കുക്കായി കിട്ടാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്ക് ചെയ്യണം. പിണ്ടി കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് പച്ചടിക്കുള്ള അരപ്പുണ്ടാക്കി എടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് 3/4 കപ്പ് തേങ്ങ ചിരവിയത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു കാന്താരി മുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പിണ്ടി വേവിക്കാൻ വെച്ചപ്പോൾ 3 പച്ചമുളക് ചേർത്തതാണ്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം. അതിന് ശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ തേങ്ങ ഈ കാണുന്ന പോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കണം. കടുക് തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി. അതുകൊണ്ടാണ് നമ്മൾ ആ തേങ്ങ അരച്ചതിന് ശേഷം കടുക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മിക്സി മൂടിയതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കണം. കൂടുതൽ അരയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. ഇപ്പോൾ കടുക് ചേർത്തിട്ട് ഈ കാണുന്ന പോലെ അരച്ചെടുത്തിട്ടുണ്ട്. കടുക് തരിതരിയായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. പച്ചടി ഉണ്ടാക്കാൻ ആവശ്യമായ തൈരാണിത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് തൈരാണ്. തൈര് ഒരു സ്പൂണോ വിസ്കോ ഉപയോഗിച്ചൊന്ന് കട്ടയില്ലാതെ കലക്കിയെടുക്കണം. പിണ്ടി പാകത്തിന് വെന്ത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിണ്ടിയിൽ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കഴിഞ്ഞ് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. വെള്ളം കൂടിപ്പോകരുത്. ഇനി നമുക്ക് തൈരും കൂടി ചേർക്കാനുള്ളതാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം കറി ഒരു 2-3 മിനിറ്റ് നല്ലതുപോലെ തിളപ്പിക്കണം. പച്ചടി 2-3 മിനിറ്റ് നന്നായിട്ട് തിളച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിടാം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന തൈരും കൂടെ ചേർത്ത് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, സ്റ്റവ് ഓഫ് ചെയ്തിട്ടതിന് ശേഷം വേണം നമ്മൾ തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. തൈര് ചേർത്ത് കഴിഞ്ഞ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പെല്ലാം പാകത്തിന് ചേർത്ത് കൊടുക്കണം. പച്ചടിയിലേക്ക് കടുക് വറുത്തിടാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഉണക്കമുളകെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി കടുക് വറുത്തത് നമുക്ക് പച്ചടിയുടെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായ നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.